നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാൻ പോകുന്നത്, ഇന്നത്തെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് അവർ കാണുന്നത്. ഓക്കെ, എന്ത് സ്ഥാനമാണ് തരുന്നത് എന്ന് നോക്കാം. അവരുടെ ലൈഫിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? ഓക്കെ, അവരുടെ ആരായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എവിടെയാണ് അവർ നിങ്ങളെ കാണുന്നത് നമുക്കൊന്ന് നോക്കാം. Okay. King of Wands, 7 of Wands, 6 of Wands again, 3 of Wands. എല്ലാം Wands ആണല്ലോ വന്നിരിക്കുന്നത്. ഹൈറോഫന്റ്, നൈറ്റ് ഓഫ് വോൺസും ഉണ്ട്, 3 of കപ്സും ഉണ്ട്. ഓക്കെ, ഈ കണക്ഷനെ അവരൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് അവർ തരുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ കാണുന്നത് ഒരു വളരെ കോൺഫിഡൻറ്റ് വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോടൊരു പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ജെൻസ് മാത്രമല്ല, ലേഡീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലീസ് മാറ്റിയെടുക്കൂ, ഞാൻ എല്ലാ തവണയും പറയുന്നു. ഓക്കെ, സോ നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്കൊരു വളരെയധികം അട്രാക്ഷൻ തോന്നുന്നു, പാഷൻ തോന്നുന്നു. നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ലൈഫ് മുന്നോട്ട് വേണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളെ കാണുന്നത് അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊരു വ്യക്തി എന്ന രീതിയിലാണ് കാണുന്നത്. മേ ബി ഇപ്പോഴത്തെ ആയിരിക്കും കേട്ടോ, ഇത് മുമ്പത്തെ ആവണമെന്നില്ല. ഇപ്പോൾ കാണുന്ന അറ്റ്ലീസ്റ്റ് ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് കോൺഫിഡൻസ് വെച്ചിട്ടുണ്ട് നിങ്ങളെ അതുപോലെ കാണാനും തന്നെ. ഓക്കെ, മേ ബി നിങ്ങൾ വളരെ ചിലപ്പോൾ കുറച്ച് പേര് നിങ്ങൾ ലൈക്ക് ലേഡീസ് ആണെങ്കിൽ പ്രെറ്റി ബ്യൂട്ടിഫുൾ അങ്ങനെയായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് അഡ്മയറേഴ്സ് ഒക്കെ ഉണ്ടാവാം, നിങ്ങളുടെ പിന്നാലെ ഒരുപാട് പേരുണ്ടാവാം. മീൻസ് നിങ്ങളങ്ങനെ ഇതാക്കിയിട്ടല്ല, പക്ഷെ ഉണ്ടാവും, നിങ്ങൾ ഒരുപാട് പേര് അഡ്മയർ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ജെൻസ് ആണെങ്കിൽ നിങ്ങളൊരു കാണാൻ ഹാൻസം ആയിരിക്കും. അങ്ങനെ ലുക്ക് വൈസും നിങ്ങൾ വളരെ ഇതാണെന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഇവിടെ 7 of Wands ഉണ്ട്. ഒരല്പം പേഴ്സണിന് ഒരു ചെറിയ പേടി എവിടെയോ ഉണ്ട്. സോ അവരൊരു സെൽഫ് ഡിഫെൻസ് ചെയ്യുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നുമ്പോൾ അവരൊരു ലേശം അവനവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു അല്പം ഒരു നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്ന ആഗ്രഹമുണ്ട്, അതും പറയാം. ഓക്കെ, ഞാനിവിടെ വിക്ടറി ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ടൊരു വിക്ടറി, നിങ്ങളുമായിട്ടൊരു ചിലപ്പോൾ കുറച്ച് പേർക്ക് ഇതൊരു സെലിബ്രേഷൻ എന്ന രീതിക്കാണ്, കുറച്ച് പേർക്ക് മാരേജ് അല്ലെങ്കിൽ സെലിബ്രേഷൻ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നമ്മൾ പറയില്ല ഒന്നാവുക. സോ ആ രീതിക്ക് ഒരു സെലിബ്രേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെ പോസിബിൾ അല്ലാത്തവർക്ക് നിങ്ങളുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് ഹാപ്പി ആയിട്ടൊക്കെ വേണം എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് മനസ്സിൽ. ഓക്കെ, മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആൻഡ് അവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരെങ്ങനെയാണ് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, അവരുടെ ലൈഫിൽ നിങ്ങളെ എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്ന രീതിക്കൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഹൈറോഫന്റ് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ട് കൂടി അവർ കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് നിങ്ങൾക്ക്, നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ എന്ന് തന്നെയാണ്. കുറച്ചുകൂടി എടുക്കുന്നുണ്ട്. കിങ് ഓഫ് സോർഡ്സ്, പ്രിൻസസ് ഓഫ് വോൺസ് ആൻഡ് 9 ഓഫ് സോർഡ്സ്. ഓക്കെ, ജസ്റ്റിസ്. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളോട് ന്യായമായ രീതിയിൽ ഒരു ലൈഫ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അവർക്ക് നിങ്ങളോട് മെസ്സേജ് ചെയ്യണം, സംസാരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ വെയിറ്റിംഗ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമുണ്ട്, വേണം എന്ന് തന്നെയാണ്. പക്ഷെ ഇവിടെ അവർക്ക് ചില ടെൻഷൻ, സ്ട്രെസ്സൊക്കെ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ പ്രോബ്ലംസ് ആയിരിക്കാം, നിങ്ങൾ തമ്മിലുള്ള നിങ്ങളുടെ ഇടയിൽ ചെറിയ ബ്ലോക്കേജസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഉണ്ടാവും എന്ന രീതിക്ക് അവർക്ക് ആ ഒരു പേടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് അവരുള്ളിൽ. ഓക്കെ, ടെൻഷൻ എപ്പോഴും ഉണ്ട്. പക്ഷെ ന്യായമായ രീതിയിൽ നിങ്ങൾക്ക് ന്യായം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു പ്രോപ്പറായിട്ട് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, വാവ്. ഓക്കെ, അഗൈൻ സെയിം തിങ്.
അഗൈൻ നിങ്ങൾ അവരുടെ ലൈഫിൽ നിങ്ങളെ എന്ത് കാണുന്നു എന്നൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സ്ഥാനമാണ് അവർ തന്നിട്ടുള്ളത്. നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ് എന്ന രീതിക്കാണ് അവർ കാണുന്നത്. ഓക്കെ, ഒരു സ്റ്റഡി ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് വേണം എന്ന രീതിക്കാണ്. ആൻഡ് നിങ്ങളെ അങ്ങനെ ഒരു സ്ഥാനമാണ് അവർ നിങ്ങൾക്ക് തരുന്നത്. അവരുടെ ലൈഫിൽ ഒരു നമ്മൾ പറയില്ലേ, ഒരു ബാലൻസ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഒരു സ്റ്റഡി ആയിട്ട് നിലനിൽക്കുന്നത് നിങ്ങളുടെ ഒരു ബന്ധമാണ്. പക്ഷെ ചില കാര്യങ്ങളുണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി, ഞാൻ പറഞ്ഞു, ചില കാര്യങ്ങൾ തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി അഗ്രി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ പറ്റില്ല, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷെ എവിടെയോ അവരെപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻറ്റ് സ്ഥാനം തന്നെയാണ് തന്നിട്ടുള്ള, ഒരു ഫാമിലി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പോസിബിൾ ആയാലും ഇല്ലെങ്കിലും, ഓക്കെ, ശരിക്കും റിയാലിറ്റിയിൽ നടന്നാലും ഇല്ലെങ്കിലും അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനം തന്നെയാണ് അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, പ്രത്യേകിച്ച് സോൾമേറ്റ് കാർഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ഇവിടെ പറയാനില്ല അല്ലേ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരക്കൽ ഡെക്ക് ഒന്ന് ഓടിയെടുക്കാം. ഒരക്കൽ കാർഡ്സ് നിന്ന് നമുക്ക് എന്താ മെസ്സേജ് വരുന്നത് നോക്കാം. ഡിസ്റ്റൻസ്, ഓക്കെ, പേ അറ്റൻഷൻ ടു സൈൻസ്, തേർഡ് പാർട്ടി. ഓക്കെ, കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി കണ്ടു. ഡിഫിക്കൽട്ടീസ്, ഫൈൻ. ആൻഡ് റീച്ചിങ് യുവർ ഗോൾ, കീപ് ദ ഡോർ ഓപ്പൺ. ഓക്കെ, ലാസ്റ്റ് കാർഡ്, സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് ഇവിടെ പറയുന്നത്, ഓക്കെ, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് തേർഡ് പാർട്ടി ഉണ്ടാവും, നിങ്ങളുടെ ഇടയിൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവാം, എല്ലാം ഉണ്ട്. പക്ഷേ എവിടെയോ നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കൂ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്നാണ്. കാരണം ആ പേഴ്സണ്, ഞാൻ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് പലതും ആയിരിക്കും, പക്ഷേ അവരുടെ മനസ്സിലുള്ള സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് വൈസ് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകൽച്ചയുണ്ട്, സെപ്പറേഷൻ ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ അകൽച്ചയുണ്ട്, ഡിഫിക്കൽട്ടീസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ, ജലസീസ് ഫ്രം അതേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ കുറച്ച് പേർക്ക് മേ ബി വേറെ ആരെങ്കിലും ഗോസിപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് വേറെ തേർഡ് പാർട്ടി ഉണ്ട്, തേർഡ് പാർട്ടിയുടെ കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി ഉണ്ട്, അത് അവരുടെ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൻ ലൈക്ക് അവർ മാരീഡ് എന്ന രീതിയിലും ആവാം. നിങ്ങൾ മാരീഡ്, അവർ മാരീഡ്, അങ്ങനെ സിറ്റുവേഷൻസ് ആയിരിക്കാം. ഈവൻ സിംഗിൾസ് ആണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഒരു ജലസി കൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവാം. പക്ഷേ പേ അറ്റൻഷൻ ടു ദ സയൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ബാക്കി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ മാരേജ് എന്ന രീതിക്കല്ലാതെ, ഓക്കെ, നിങ്ങൾ ആദ്യം ഒരു ബന്ധം നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കൂ. ഓക്കെ, അതിന് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ തമ്മിൽ സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ സയൻസ് ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. ദ സിൻക്രോണിസിറ്റീസ് യു ഹാവ് ബീൻ നോട്ടിസിങ് ആർ നോട്ട് കോയിൻസിഡൻസസ്. നിങ്ങളത് കാണുന്നത് വെറുതെ അല്ല എന്നാണ് പറയുന്നത്. സയൻസ് ഒക്കെ കാണിക്കുന്നത്, നിങ്ങളോട് കാണിക്കുന്നത്, നിങ്ങളൊരു സോൾമേറ്റ് കണക്ഷനിലാണ്, നിങ്ങൾ തമ്മിലൊരു വളരെ എന്താ പറയുക, പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട് എന്ന രീതിക്കൊക്കെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഓക്കെ, ആൻഡ് ഈ ബന്ധത്തിൽ ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് ഇനിയും നടക്കാനുണ്ട്, ഇനിയും പലതും സംഭവിക്കാനുണ്ട്, ഇനിയും അത് ഒരുപാടുണ്ടാവും. സോ അതൊക്കെ ഉണ്ട് എന്നുള്ള സയൻസ് ആണ് കാണിച്ചു തരുന്നത്. ആൻഡ് റീച്ചിങ് യുവർ ഗോൾ എന്ന് പറയുന്നത്, എവറിത്തിങ് യു വോണ്ട് ഫ്രം ദിസ് കണക്ഷൻ വിൽ മാനിഫെസ്റ്റ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, സോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഇനിയും നടക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, പക്ഷെ അത്ര എളുപ്പത്തിലല്ല, ഇപ്പം തന്നെ എന്ന രീതിക്കല്ല അതിൻ്റെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ലെസൺസ് കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ തമ്മിലിടയ്ക്ക് അകൽച്ച, സെപ്പറേഷൻ ഒക്കെ വരുന്നതൊക്കെ വീണ്ടും നിങ്ങൾ തമ്മിൽ അടുക്കുമ്പോൾ അഗൈൻ നിങ്ങൾ കുറേ കൂടി റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കും. ഓക്കെ, എനിവേ ഇത് ബെറ്റർ ആവും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ ബന്ധം മാറും എന്നുമാണ് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഇപ്പോൾ സെപ്പറേഷനൊക്കെ ആണെങ്കിലും നിങ്ങൾ ഒരുപാട് വറി ചെയ്ത് കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് പോസിറ്റീവായിട്ട് ഇരിക്കൂ, വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂ. പേഴ്സൺ വരുമ്പോൾ വരട്ടെ. ഓക്കെ, അപ്പോൾ സംസാരിക്കാം എന്ന രീതിക്ക് മാറി നിൽക്കൂ. ഓക്കെ, ഈവൻ ഇടയ്ക്ക് സംസാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അധികം അങ്ങോട്ട് ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കരുത്. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കാണട്ടെ. ഓക്കെ, സോ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യൂ. ആൻഡ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി ഒന്ന് നിൽക്കുക, അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, പേഴ്സണെ എന്ത് ടൈപ്പാണ് റിലേഷൻ, അതർ പീപ്പിൾ മേ ബി ഇൻ്റർഫിയറിങ് വിത്ത് ദ റിലേഷൻഷിപ്പ്. ഓക്കെ, ആൻഡ് ഡിമിങ് ദിസ് പൊട്ടൻഷ്യൽ. ഓക്കെ, ചിലവർക്ക് ഫാമിലി എതിർപ്പായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾ സിറ്റുവേഷൻ സാഹചര്യമൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളിതിൽ എന്ത് നെക്സ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കാം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ സോൾമേറ്റ് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, പക്ഷേ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ പോസിബിൾ ആയിരിക്കും എന്നുള്ളത് അത് സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ നോക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും പോസിറ്റീവായിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.